ഇനി നമുക്ക് രസം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനു വേണ്ടി കുടംപുളി കുതിരാൻ വെച്ചതിന് ശേഷം ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ മിയാസിൻ്റെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനകത്തേക്ക് ഉലുവയും കടുകും ചേർത്ത് പൊട്ടിച്ചെടുക്കാം. അത് പൊട്ടി വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി എന്നിവ ചതച്ചത് ചേർത്ത് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് ഒരു പിടി വേപ്പിലയും കൂടി ചേർത്ത് നന്നായി വഴന്ന് കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ചേർക്കുമ്പോൾ ഒത്തിരി എരിവ് വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാം, അല്ലാത്തവർക്കാണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി അത് ചേർത്തതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. മൂത്ത് കഴിയുമ്പോൾ നേരത്തെ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന പുളിവെള്ളം കൂടി ചേർത്ത് 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. പരിപ്പ് വേവിച്ച വെള്ളമാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. ഇനി അതിനകത്തേക്ക് കുറച്ച് കായപ്പൊടി കൂടി ചേർത്ത് നന്നായി തിളച്ച് വരുമ്പോൾ അരിഞ്ഞു വെച്ച കുറച്ച് പച്ച മല്ലിയില നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ല മല്ലിയിലയുടെ ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം മൂടി വെച്ച് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇനി നന്നായി തിളച്ചതിന് ശേഷം അടുപ്പിൽ നിന്ന് നമുക്ക് വാങ്ങി വെക്കാം. അങ്ങനെ നല്ല ടേസ്റ്റുള്ള രസം റെഡി ആയിട്ടുണ്ട്. നമുക്ക് എൻജോയ് ചെയ്യാം.